നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. പ്രശാന്ത്, ശരിക്കും മതപരിവർത്തനം തടയുന്ന വ്യക്തമായൊരു നിയമം, അതായത് നിർബന്ധിത മതപരിവർത്തനം പാടില്ല എന്ന ഒരാൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മതം മാറാം, അല്ലാരും പിടിച്ചു നിർത്തുന്നത് കൊങ്ങയ്ക്ക് പിടിക്കുന്നൊന്നുമില്ല. പക്ഷേ ആ പ്രലോഭിപ്പിച്ചും സമ്മർദ്ദം ചെലുത്തിയും ഭീഷണിപ്പെടുത്തിയും ഒക്കെയുള്ള മതപരിവർത്തനം, അതായത് അതിനുവേണ്ടി മതപരിവർത്തനം അങ്ങനെ ചെയ്യാൻ പാടില്ല, അതിനുവേണ്ടി വിദേശ ഫണ്ട് ഉപയോഗിക്കാൻ പാടില്ല. അതിനാണ് ഇപ്പോൾ കേന്ദ്രം പുതിയ ഭേദഗതികൾ കൊണ്ടുവന്നിരിക്കുന്നത് FCNR നിയമത്തിൽ. അത് പറയുന്നത് ഈ ആരാധനാലയങ്ങൾ നിർമ്മിക്കാം ഈ വിദേശ ഫണ്ട് ഉപയോഗിച്ച്. പിന്നെ ഭക്തിഗാനങ്ങൾ, ധാർമ്മിക ബോധവൽക്കരണം, പ്രഭാഷണങ്ങൾ, ധ്യാന സംഗമങ്ങൾ ഇതൊക്കെ നടത്താം. മതം പഠിപ്പിക്കുന്ന സംരംഭങ്ങളൊക്കെ ആകാം, എല്ലാം പോസിറ്റീവായിട്ടുള്ള രീതിയിൽ എടുക്കാം. പക്ഷേ ഇതിനൊരു ഈ പണം കൃത്യമായിട്ട് ഉപയോഗിച്ച് മതപരിവർത്തനം പാടില്ല. അതെ, അതുപോലെ തന്നെ ഈ കിട്ടിയിരിക്കുന്ന പണത്തിൻ്റെ വ്യക്തമായൊരു പങ്ക് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്തിനാണോ ആ NGO സംഘടന രൂപീകരിച്ചിരിക്കുന്നത് അതിനുവേണ്ടി വിനിയോഗിക്കണം. അല്ലെങ്കിൽ കനത്ത ഫൈനാണ്. അല്ല, വളരെ കൃത്യമാണ്. അതുപോലെ തന്നെ നിർജീവമായ NGOകൾ പിന്നെ ആ NGOകൾക്ക് പണം സ്വീകരിക്കാൻ പറ്റില്ല. അവർ കൃത്യമായിട്ട് അവരുടെ ഒരു പണമുണ്ടല്ലോ, അവിടെ പണം മാത്രമല്ല, ഈ NGO സംഘടനകൾക്ക് രാജ്യത്ത് ഏതൊക്കെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളുണ്ടോ അതെല്ലാം ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. അങ്ങനെ കടുത്ത ഭേദഗതിയിൽ ഇപ്പോൾ കേന്ദ്രം കൊണ്ടുവന്നിരിക്കുകയാണ്. നമ്മുടെ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്ക് റൂബിയോ കൊൽക്കത്തയിൽ വന്നിട്ടൊന്നും ഒരു ഫലവും ഉണ്ടായില്ലെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? അതെ, അതായത് ഇത് ശരിക്കും 2011 നിയമത്തിലാണ് ഈ ഭേദഗതി കൊണ്ടുവന്നിരിക്കുന്നത്. വളരെ കൃത്യമാണ്, ഈ കൃത്യമായ നിയന്ത്രണം കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ വിദേശ ഫണ്ടുകൾ സ്വീകരിക്കുന്നതിൽ ഇങ്ങനെ കർശനമായ നിയന്ത്രണം കൊണ്ടുവരാൻ നിരവധി കാരണങ്ങളുണ്ട്. നമുക്കറിയാം, ഈ മണിപ്പൂർ കലാപം വലിയ രീതിയിൽ വിദേശ ഫണ്ട് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ തെളിവുകൾ കേന്ദ്ര സർക്കാരിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഏത് വഴിക്ക് വന്നു, ഏത് സംഘടന വഴി വന്നു എന്നൊക്കെ കൃത്യമായിട്ടറിയാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ബംഗളൂരുവിൽ 2 മലയാളി പാസ്റ്റർമാരടക്കം 6 പേര് പിടിയിലായി. തിബിത്തിയോ എന്ന് പറയുന്ന ഒരു ഇവാഞ്ചലിക്കൽ സംഘടന, അമേരിക്കൻ സംഘടന. അവർ ചെയ്തത് എന്താണ്? വിദേശ ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിച്ച്, നമ്മുടെ ATM കാർഡ് പോലെ വിദേശ ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് ബാങ്കുകളുടെ ATMകളിൽ നിന്ന് പണം പിൻവലിച്ചു. ആ പണം വളരെ കൃത്യമായിട്ട് നക്സൽ സംഘടനകൾക്ക്, മാവോയിസ്റ്റ് സംഘടനകൾക്ക് ചെന്നു. അങ്ങനെ കൃത്യമായിട്ട് അത് നമ്മുടെ രാജ്യത്ത് വിഘടനവാദം വളർത്താൻ വേണ്ടിയിട്ട് ആ പണം ഉപയോഗിച്ചത് ചെറിയ തുകയൊന്നുമല്ല, 92 കോടി രൂപയാണ് വിനിയോഗിച്ചിരിക്കുന്നത്. അല്ലേ, നമ്മൾ കഴിഞ്ഞ ദിവസം അതിൻ്റെ വാർത്ത ചെയ്തായിരുന്നു. പക്ഷേ അതിനു മുമ്പ് തന്നെ കേന്ദ്രം FCRA ഭേദഗതി ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ 2 വർഷമായിട്ട് സർക്കാർ വളരെ, അതായത് അമിത്ഷായുടെ നേതൃത്വത്തിൽ ധനവകുപ്പിലെയും അതുപോലെ തന്നെ വിദേശകാര്യ മന്ത്രാലയത്തിലെയും ഒക്കെ മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരും അടക്കമുള്ളവർ വളരെ ശക്തമായി കൂലങ്കഷമായി പഠിച്ച് ഈ നിയമ ഭേദഗതി തയ്യാറാക്കിയിരിക്കുകയാണ്. എന്നാൽ അവർക്ക് മനസ്സിലായി എവിടെയാണ് ഈ ലൂപ്പ് ഹോൾസ്, എങ്ങനെയാണ് ഈ പണം ഇവിടെ വരുന്നത്, ആ പണം എങ്ങോട്ട് പോകുന്നു. നോക്കൂ, ഇപ്പോൾ ഈ നമുക്ക് FCRA നിയമത്തിൽ മനസ്സിലാക്കാവുന്നൊരു കാര്യം, നേരത്തെ ആണെങ്കിൽ വിദേശത്തുനിന്ന് പണം അയക്കുന്നു, ആരയക്കുന്നു കൃത്യമായിട്ട് അറിയണം. അത് ഡൽഹിയിലെ ഒരു SBI അക്കൗണ്ട് വഴിയേ, SBI ബാങ്ക് വഴിയേ അത് വരുള്ളൂ. അപ്പോൾ അവിടെ ആ ബാങ്കിൽ കൃത്യമായിട്ട് ആരയക്കുന്നു, ആർക്ക് വരുന്നു, കഴിഞ്ഞു അറിയാൻ കൃത്യമായിട്ട്. പക്ഷേ ഇപ്പോൾ അതല്ല. ഈ വരുന്ന പണം നിങ്ങൾക്ക് 1 രൂപ വന്നു, 100 രൂപ വന്നു, 1000 രൂപ വന്നു, 1 കോടി രൂപ വന്നു, ഇത് എന്തിന് ചെലവഴിക്കുന്നു എന്നുള്ള കൃത്യമായ കണക്ക്, ഓഡിറ്റ് ചെയ്ത കണക്ക് കാണിക്കണം. അത് ഈ NGO അല്ലെങ്കിൽ ഈ പറയുന്ന സംഘടന ഒരു മതസംഘടനയാകട്ടെ, ആ സംഘടന എന്ത് ലക്ഷ്യപൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണോ രൂപീകരിച്ചിരിക്കുന്നത് അതിന് വിരുദ്ധമായ പ്രവർത്തനങ്ങളിലേക്ക് അത് വിനിയോഗിക്കാൻ പാടില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒരു സംഘടന രൂപീകരിച്ചു, അതിലേക്ക് വിദേശ സഹായം വന്നു. അപ്പം ഞാൻ ആ പണം പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കാവൂ. ഞാൻ മറ്റൊരു കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല. ഇതിനകത്ത് പറയുന്നുണ്ട് ഏതൊക്കെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. മതം, വിദ്യാഭ്യാസം,
സാമൂഹികം, സാമ്പത്തികം, സാംസ്കാരികം, ഇങ്ങനെ കാര്യങ്ങൾ എല്ലാം അക്കമിട്ട് നിരത്തുന്നുണ്ട് ഏതൊക്കെ മേഖലകളിൽ പണം ചെലവഴിക്കാം. പക്ഷെ മതപരിവർത്തനത്തിന് ഈ പണം ഉപയോഗിക്കരുത്. ഉപയോഗിച്ചതായിട്ട് തെളിഞ്ഞാൽ ആ രജിസ്ട്രേഷൻ അപ്പം ക്യാൻസലാവും. തീർച്ചയായിട്ടും ഒരു നിയമ നടപടി ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് ആ രജിസ്ട്രേഷൻ പുതുക്കാൻ സാധിക്കില്ല. നിയമ നടപടി ശക്തമായിരിക്കും. പിന്നെ നിങ്ങൾ ഈ പണം വരുന്നതിനെക്കുറിച്ച് മുൻകൂർ നിങ്ങൾക്ക് അറിയിക്കാം. ഞങ്ങൾക്ക് ഇങ്ങനെ ഇത്ര കോടി രൂപ വരുന്നുണ്ട്, അത് ഇന്ന കാര്യത്തിന് വേണ്ടിയിട്ടാണ്, ഞങ്ങൾ ഇന്നതുപോലെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞ് മുൻകൂർ ഇത് അനുമതി തേടാം. ഇനി ആ പണത്തിൻ്റെ 75% ചെലവഴിച്ചതിന് ശേഷം മാത്രമേ ബാക്കി തുക റിലീസ് ചെയ്യാൻ പറ്റൂ. അങ്ങനെയുമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് ബാരിയേഴ്സ്, അതായത് കൃത്യമായിട്ട് ഈ വിദേശ പണം ഒരു കാരണവശാലും വിധ്വംസക പ്രവർത്തനങ്ങൾക്ക്, വിഘടനവാദത്തിന് ഉപയോഗിക്കാൻ പാടില്ല. ഇനിയിപ്പോൾ കട്ടിങ് സൗത്തുകാരുടെയൊക്കെ വയറ്റത്തടിച്ചു. അതെ, തീർച്ചയായിട്ടും കട്ടിങ് സൗത്തുമായിട്ട് പോകുന്ന ആൾക്കാരുടെ എല്ലാം വയറ്റത്തടിച്ചു. ഇവിടെ കുറേ പാസ്റ്റർമാർ, ഇപ്പം നമ്മൾ ഈ ക്രിസ്ത്യൻ വിഭാഗത്തിൽ എല്ലാവരും ഒന്നും ഇങ്ങനെ ചെയ്യുന്നവരല്ല. ഈ സഭകൾക്കൊരു ഈ കാര്യത്തിലൊരു ഉത്കണ്ഠയുണ്ട്. കാരണം അവർ ഈ വരുന്ന പണം, വിദേശത്തു നിന്നൊക്കെ കിട്ടുന്ന പണം കൊണ്ടാണ് അവരിവിടെ പല കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ അതിന് നിയന്ത്രണം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടാണ്. അത് ചെയ്തോ, പക്ഷേ വരുന്ന പണത്തിന്റെ ഒരു വർഷം കണക്ക് കാണിക്കണം. ഒരു NGO വഴി വരികയാണെങ്കിൽ അത് വിദേശ പൗരന്റെ NGO ആണോ നമ്മുടെ ഭാരതീയ പൗരന്റെ NGO ആണോ എന്നുള്ളത് വ്യക്തമാണ്. വിദേശ പൗരന്റെ ആണെങ്കിൽ ഈ അനുമതി ഉണ്ടാകും. അത് വരുന്നു. ഈ NGOകളുടെ പ്രധാന ഭാരവാഹികളായിട്ട് ഇന്ത്യക്കാർ തന്നെ ആയിരിക്കണം, ഭാരത പൗരനായിരിക്കണം, വിദേശികളെ വയ്ക്കാൻ പാടില്ല. ഇനി ഈ പറഞ്ഞതുപോലെ ഈ ഏതെങ്കിലും തരത്തിൽ ഇതിനകത്ത് വിദേശികൾ കടന്നുകൂടുകയോ എന്തെങ്കിലും ചെയ്താൽ രജിസ്ട്രേഷൻ ക്യാൻസലാവും. അതുപോലെ തന്നെ കിട്ടുന്ന തുകയുടെ 10 ലക്ഷം മുതൽ 20-നകത്ത് വരെ ഒരു വർഷം ഇവിടെ ആ പദ്ധതി അതിൽ തന്നെ ചെലവാക്കണം. എന്തിനാണോ പണം വന്നത് ആ ലക്ഷ്യത്തിൽ ചിലവഴിച്ചതായി കണക്കുകൾ കൊടുക്കണം. അല്ലെങ്കിൽ ചിലവഴിക്കാൻ അനുവദിക്കുകയില്ല, ലൈസൻസ് പുതുക്കില്ല. അല്ല, അത് മാത്രമല്ല 2026 മുമ്പ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സംഘടനകളുടെ വിശദാംശങ്ങളെല്ലാം സമർപ്പിക്കണം. അതിന് ഒരു വർഷത്തെ സമയം അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു 165 സംഘടനകൾക്ക് മാത്രമേ ഇപ്പോൾ ഭാരതത്തിൽ വിദേശ ഫണ്ട് സ്വീകരിക്കാനുള്ള ഇപ്പോൾ അനുമതിയുള്ളൂ. ഞാൻ പറയണ അത് ഏത് മതത്തിൻ്റെ ആണെങ്കിലും ശരി, ഈ വിദേശ ഫണ്ട് സ്വീകരിക്കുന്ന കാര്യത്തിലും അത് ചെലവഴിക്കുന്ന കാര്യത്തിലും ശക്തമായ നിയന്ത്രണങ്ങൾ ഉണ്ടാകുന്നത് നല്ലതാണ്. അതുമാത്രമല്ല, മറ്റൊരു കാര്യം പറയാം. വിദേശ ഫണ്ട് വന്നു, ആ ഫണ്ട് ഇവിടെ ബാങ്കിലിട്ടു, അതവിടെ ബാങ്കിൽ കിടക്കുകയാണ്. ഞങ്ങൾ പിന്നെ ഒന്നും ചെയ്തില്ല, അതിന് പറ്റത്തില്ല. വരുന്ന ഫണ്ടിൻ്റെ പറഞ്ഞതുപോലെ 75% കൃത്യമായിട്ട് ചെലവാക്കിയാൽ മാത്രമേ ബാക്കി 25% അവിടുന്ന് എടുക്കാൻ പറ്റുള്ളൂ. ബാങ്കിൽ വന്ന് കിടക്കും. അത് ഈ ഡൽഹിയിലെ SBIയിൽ വന്ന് കിടക്കും. 100% ഫണ്ടും വിദേശത്തുനിന്ന് വന്നത് അവിടെ കിടക്കും. പക്ഷേ ഇവർക്ക് ആദ്യം 75% പിൻവലിക്കാൻ കഴിയുള്ളൂ. അതിനും ചില മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട്, ചില നിബന്ധനകളുണ്ട്. 20% മാത്രമേ ഇവരുടെ പ്രവർത്തന ചിലവിനെ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതിൽ കൂടിയാൽ, അതായത് കെട്ടിട നിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. പിന്നെ ഇവർക്ക് ദൈനംദിന ഇവരുടെ ഈ NGO പ്രവർത്തിക്കാൻ ശമ്പളം തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതിന് എല്ലാ റെസ്ട്രിക്ഷൻ വന്നിട്ടുണ്ട്. അതൊന്നും ഇപ്പോൾ പഴയതുപോലെ ഒരാൾക്ക് അവിടെ ജോലി കൊടുത്തിട്ട് നിനക്ക് മാസം എന്നാ 1 ലക്ഷം രൂപ ശമ്പളം എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് 20,000 രൂപ കൊടുക്കും, ബാക്കി 80,000 രൂപ അയാളെ ഇന്ന് തട്ടിപ്പറിക്കുന്ന പോലെയാണ്. കണക്കിൽ 1 ലക്ഷം രൂപ ഇയാൾ ഒപ്പുവിട്ട് കൊടുക്കും, അയാൾക്ക് കിട്ടുന്നത് 20,000 രൂപ. ഇങ്ങനെയൊക്കെയുള്ള പല തട്ടിപ്പുകളും നടക്കുന്നുണ്ട്. ഇതെല്ലാം ഇതോടുകൂടി നിൽക്കും എന്നുള്ളതാണ്. അതൊന്നും ഇനി നടക്കില്ല. അതുപോലെ തന്നെ ഈ പണം വാങ്ങിച്ചു കഴിഞ്ഞാൽ, നേരത്തെ ബാങ്കിൽ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞല്ലോ, അത് പോയിട്ട് ഊഹക്കച്ചവട നിക്ഷേപത്തിന് ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. അത്തരം കാര്യങ്ങൾക്ക്, അതായത് ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക, റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക, എന്തെങ്കിലും ഒരു പെരുപ്പിച്ച് കാണിക്കുന്ന പണം പെരുപ്പിച്ച് കിട്ടുമെന്ന ഒരു സംവിധാനം. അതായത് ഈ പണം, ഈ വരുന്ന വിദേശ പണം അടുത്തൊക്കെ അതായത് ചെലവഴിച്ചതായിട്ട് കള്ളക്കണക്ക് കൊടുത്തിട്ട് ഈ പണം മറ്റു ചില കാര്യങ്ങൾക്ക് വിനിയോഗിക്കുക, അത് ഇനി നടക്കില്ല. നേരത്തെ ആണെങ്കിൽ ഇവർക്ക് ഈ വരുത്തുന്ന സംഘടനയ്ക്ക് 50% വരെ അവരുടെ കാര്യങ്ങൾക്ക് വിനിയോഗിക്കുക, ശമ്പളം കൊടുക്കാൻ, കെട്ടിടം കെട്ടാൻ, ഭൂമി വാങ്ങാൻ ഒക്കെ ഉപയോഗിക്കായിരുന്നു. അതാണ് നേരത്തെ പറഞ്ഞ 20% കുറച്ചു. അത് 20% കുറച്ചു എന്ന് മാത്രമല്ല, ഈ ഭൂമി വാങ്ങുന്ന കാര്യത്തിലൊക്കെ വലിയ നിയന്ത്രണം കൊണ്ടുവന്നിട്ടുണ്ട്. അതും ഇതിൻ്റെ ഭാഗമാണ്. വളരെ ശക്തമായ നിയന്ത്രണവും സുതാര്യതയും ഉറപ്പുവരുത്താൻ കേന്ദ്ര സർക്കാർ
തുനിഞ്ഞിറങ്ങിയിരിക്കുന്നു എന്നാണ് നമ്മൾ അറിയുന്ന കാര്യം. ആ പണത്തെ കൊണ്ട് ഒരു തരത്തിലുള്ള ലാഭവും ഉണ്ടാക്കാൻ പാടില്ല. ഇനി ആരാധനാലയം ഏത് ആരാധനാലയം വേണമെങ്കിലും കെട്ടിക്കൊടുക്കാം, കുഴപ്പമില്ല. ഇനി അല്ല, ആരാധനാലയമൊക്കെ നിർമ്മിക്കാം, അതിനൊന്നും പ്രശ്നമില്ല. ഇനി ഇതിനകത്ത് എന്തെങ്കിലും ക്രമക്കേട് കണ്ടാൽ അവരുടെ സ്ഥാവര ജംഗമ വസ്തുക്കൾ ഉൾപ്പെടെ എല്ലാം കേന്ദ്ര സർക്കാരിന് പിടിച്ചെടുക്കാം, കണ്ടുകിട്ടും, ഒരു സംശയമില്ല. അപ്പോൾ അങ്ങനെ വളരെ സങ്കീർണമായ രജിസ്ട്രേഷൻ റദ്ദാകും, ഇവർക്ക് ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും, വെറും ഇതല്ല, തടവ് അനുഭവിക്കേണ്ടി വരും, പെനാൽറ്റി അടയ്ക്കേണ്ടി വരും, പെനാൽറ്റി അടച്ചില്ലെങ്കിൽ തടവിൻ്റെ കാലാവധി കൂടും. അങ്ങനെ നിരവധി കാര്യം, അതായത് 1 വർഷം മുതൽ 5 വർഷം വരെ തടവ്, അതാണ് പറയുന്നത് ഈ നിയമം ലംഘിച്ചാൽ. പിന്നെ അതുപോലെ ഈ വളരെ കൃത്യമായിട്ട് അടിവരയിട്ട് ആവർത്തിക്കുന്നു, ഡൽഹിയിലെ SBI വഴിയേ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റൂ, വേറെ ഒരു സ്ഥലം വഴിയും ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരുപാട് നമ്മൾ നേരത്തെ പറഞ്ഞ തുടക്കത്തിൽ നമ്മൾ ചൂണ്ടിക്കാണിച്ച ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്രധാന സവിശേഷത എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, കേന്ദ്ര സർക്കാർ മതപരിവർത്തനത്തിന് കടിഞ്ഞാണിടാൻ തീരുമാനിച്ചു. 2, ഈ കട്ടിംഗ് സൗത്ത് പോലെയുള്ള ഈ എന്താ പറയുക, രാജ്യത്ത് വിഘടനവാദം വളർത്തുന്ന വിധ്വംസക പ്രവർത്തനങ്ങളിലൂടെ രാജ്യത്തിനെതിരെ രാജ്യത്തിനുള്ളിൽ നിന്നുകൊണ്ട് യുദ്ധം ചെയ്യുന്ന പരിപാടി, ഒരുതരം നിഴൽ യുദ്ധം, അതിനി നടക്കില്ല. അതിന് മൂക്കുകയറിട്ടു. അർബൻ നക്സലുകൾ, ഈ എന്താ പറയുക, ഈ NGOകൾ വഴി മാവോയിസ്റ്റുകളും നക്സലൈറ്റുകളും ആയുധം വാങ്ങാൻ വേണ്ടിയിട്ട് ഇവർക്ക് പണം ലഭിക്കുന്ന മാർഗം, ഇതെല്ലാം അടഞ്ഞു, അതെല്ലാം അടച്ചു. എന്തിനും ഒരു മലയാളി ഉണ്ടാകുമല്ലോ എന്നുള്ളതാണ്. എന്ത് വേലത്തരം കാണിക്കുന്നതിലും ഒരു മലയാളി, ഒരു പാസ്റ്റർ, അല്ലെങ്കിൽ അതുപോലൊരു കക്ഷി, ഒരു കോയ, ആരെങ്കിലും ഒരാൾ കൃത്യമായിട്ട് അവിടെ ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു വേറൊരു കക്ഷി. ഇപ്പം തന്നെ കണ്ടില്ലേ, നമ്മുടെ ഒരു വിഴിഞ്ഞം തുറമുഖത്തിനെ വിറ്റ് കാശാക്കാൻ നോക്കിയ, നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത വാർത്തയാണ് അത്. വലിയ രീതിയിൽ പ്രേക്ഷക ശ്രദ്ധ നേടുകയും ചെയ്തു. അതുപോലെ തന്നെ മറ്റേ അമേരിക്കൻ സർക്കാരിന്റെ പ്രതിരോധ വകുപ്പിന്റെ, അതായത് അയാളുടെ പേര് സൽമാനുർ ഫാരിസ്. അമേരിക്കൻ സർക്കാരിന്റെ പ്രതിരോധ വകുപ്പിന്റെ ഇടപാടിന് വേറൊരു കക്ഷി അറിയില്ലായിരുന്നു. അയാൾ കൊല്ലംകാരനാണ്. അയാൾക്ക് 3 സെന്റ് വീട്ടിലാണ് അയാൾ താമസിക്കുന്നത്. പക്ഷെ അയാൾ കോടികളുടെ ഇടപാടും അമേരിക്കൻ ഫ്ലാഗും ഇതൊക്കെ വെച്ചിട്ട് എന്തുമാത്രം കച്ചവടം ആലപ്പുഴയിൽ. ഇതിനെല്ലാം ഈ നമ്മളീ പറയുന്ന ഇപ്പോൾ വിദേശത്തുനിന്ന് നമ്മുടെ പ്രവാസികൾ അവിടെ പോയി പണിയെടുത്ത് ഇങ്ങോട്ട് പണം അയക്കുന്നു, ആ റെമിറ്റൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഇതിൻ്റെ പ്രധാന ഉദ്ദേശം എന്താണെന്ന് ഞാൻ പറയാം. ഇത് നമ്മളിപ്പോൾ വലിയ രീതിയിൽ സമ്പദ് വ്യവസ്ഥയിൽ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. GDP കയറി ഇറങ്ങിയും ഇങ്ങനെ നിൽക്കുന്നു. അതുപോലെ തന്നെ ഈ ലോക GDP വളർച്ച എടുത്ത് നോക്കുമ്പോൾ അമേരിക്ക, ചൈന, ജർമ്മനി, ഇന്ത്യ ആയിരുന്നു. ഇന്ത്യ ഇടയ്ക്ക് വീണ്ടും താഴോട്ട് പോയി. അതായത് ജപ്പാനും UK-യും ഇന്ത്യക്ക് മുകളിലേക്ക് ഇടയ്ക്ക് കയറി. എന്നിട്ടിപ്പോൾ വീണ്ടും ഇന്ത്യ തിരിച്ചു പിടിച്ചു. ഈ സമ്പദ് വ്യവസ്ഥയുടെ കുതിപ്പ്, അതായത് GDP-യുടെ വളർച്ചാ നിരക്ക് നമ്മളിപ്പോൾ ഏതാണ്ട് 7 ചില്ലറയാണ് പ്രതീക്ഷിക്കുന്നത്. അതവിടെ എത്തുമോ? നമ്മളിത് പലവട്ടം ചർച്ച ചെയ്തതാണ് ഈ കാര്യങ്ങൾ. അപ്പോൾ അതിന് തുരങ്കം വയ്ക്കുന്ന 2-3 സാധനങ്ങളാണ്. ഒന്ന്, ഈ വിദേശ ഫണ്ട്. 2, ഈ കള്ളക്കടത്ത്, സ്വർണം പോലെയുള്ള സാധനങ്ങൾ കൊണ്ട് സ്വർണം കള്ളക്കടത്തും ഹവാലയും റിവേഴ്സ് ഹവാലയും ഒക്കെ ഇതിനകത്തുണ്ട്. അത് നമ്മുടെ കേരളത്തില് കിഫ്ബി പോലെ, ബജറ്റിൽ കിഫ്ബി പോലെയാണ്. ഞാൻ അത് അത്രയ്ക്ക് കടുപ്പിച്ച് ഞാൻ പറയുന്നില്ല. സമാന്തര സമ്പദ്ഘടന രാജ്യത്ത് ഇനി ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷേ നമ്മളിപ്പോഴും പറയുന്നു, നമ്മൾ ചില സിനിമയിലൊക്കെ കേട്ടിട്ടില്ലേ, അണ്ടർ വേൾഡ്. അതാണ് ശരിയായ വേൾഡ് എന്ന് പറയും. ആ ഒരു അണ്ടർ വേൾഡിനെ പൊളിക്കുക എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം. അതിനവർ വിജയിക്കും. ഇത് കർശനമായിട്ട് നടപ്പാക്കും. കാരണം നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം നരേന്ദ്രമോദിയുടെ ലക്ഷ്യം വളരെ കൃത്യമാണ്. 2047 ഇന്ത്യ ഒരു വികസിത രാഷ്ട്രമായി മാറണം, ലോകശക്തിയായി ഒന്നാം സ്ഥാനത്ത് ഇന്ത്യ എത്തുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഒരു നിസ്സാര ലക്ഷ്യമൊന്നുമല്ല. അതിന് വലിയ വില, വലിയ അധ്വാനം വേണ്ടി വരുന്ന ഒരു ലക്ഷ്യമാണ്.
അപ്പോൾ അവിടെ ഇത്തരം പുഴുക്കുത്തുകൾ കടന്നുകൂടരുത്. ഈ പറഞ്ഞ പോലെ വിദേശ പണം വരിക, അതിവിടെ വേണ്ടാത്ത രീതിയിൽ പ്രവർത്തിക്കുക, വിനിയോഗിക്കുക, അത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഒരു ക്യാൻസറായി മാറുക. ഇതൊക്കെ വാസ്തവത്തിൽ ഇങ്ങനെ വരുന്ന പണം നിയമവിരുദ്ധമായ രീതിയിൽ വന്ന് നിയമവിരുദ്ധമായി ചെലവഴിക്കുന്ന പണം നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ കാർന്നു തിന്നുന്നൊരു ക്യാൻസറാണ്. അപ്പോൾ അതിനി വേണ്ട, അത് അവിടം വെച്ച് നമ്മൾ മുറിച്ച് കളയുകയാണ്. ഇപ്പോൾ ഇത് സത്യത്തിൽ ഇത് ആരാ ഇതിന് തുടക്കമിട്ടതെന്നും കൂടി നമ്മളിപ്പോൾ അതും കൂടെ പറഞ്ഞില്ലെങ്കിൽ നമ്മൾ വലിയ നന്ദികേടായിപ്പോവും. ഇതിന് തുടക്കമിട്ടത് ഇന്ദിരാഗാന്ധിയാണ്. സത്യത്തിൽ ഇന്ദിരാഗാന്ധിയാണ് ഇതിന് തുടക്കമിട്ടത്. ഇന്ദിരാഗാന്ധിക്ക് ശേഷം വന്ന പ്രധാനമന്ത്രിമാർ ഇത് അന്ന് ഇന്ദിരാഗാന്ധി കൊണ്ടുവന്ന നിയമങ്ങൾ വലിയ ബഹളമൊന്നും കൂട്ടാതെ നടപ്പാക്കിക്കൊണ്ട് പോയിന്നേ ഉള്ളൂ. പക്ഷെ അതിലെ ലൂപ്പ് ഹോളുകൾ കണ്ടുപിടിച്ച് പലരും പല കാലങ്ങളിലും പലതും ചെയ്തു. അവിടെ എന്താ പറ്റിയെന്ന് വെച്ചാൽ പിന്നീട് വന്ന പ്രധാനമന്ത്രിമാർക്ക് ഇതിൽ ആവശ്യമായ നിയമ ഭേദഗതികൾ ശക്തിയുക്തം നടത്താൻ കഴിഞ്ഞില്ല. അതിൻ്റെ ഒരു പ്രധാന കാര്യം രാജീവ് ഗാന്ധിക്ക് ശേഷം ആർക്കും ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പിന്നെ അസ്ഥിരപ്പെട്ടു പോവുകയായിരുന്നു. സർക്കാരുകൾക്ക് വേണ്ടത്ര ഭൂരിപക്ഷം, ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലാതാകുമ്പോൾ തന്നെ ഇതൊരു വിഷയമാണ്. ഇത്തരം കാര്യങ്ങൾക്ക് മൂക്കുകയറിടാൻ പറ്റില്ല. കാരണം അത് സർക്കാരിൻ്റെ നിലനിൽപ്പ്. കാരണം അന്ന് പോലും എം.എൽ.എമാരെ എം.പിമാരെ ചങ്കിട്ട് പിടിക്കുക, കുതിര കച്ചവടം, ഇതിനൊക്കെ പണം വേണം. അപ്പോൾ അത് ഈ തരത്തിൽ വരുന്ന പണമൊക്കെ അസ്ഥിരമായൊരു സർക്കാർ, ഈ മൂന്നാം മുന്നണി സർക്കാർ പോലത്തെ ഒരു കേന്ദ്ര സർക്കാർ വന്ന ആ സമയങ്ങളിലൊക്കെ അവരുടെ മുന്നിൽ പണം ഒരു വലിയ ചോദ്യചിഹ്നം. അതെ. അപ്പോൾ അതിന് കൃത്യമായിട്ട് ഇപ്പോൾ നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 12 വർഷമായിട്ട് സർക്കാർ സുസ്ഥിരമാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പ്രതിപക്ഷമാണെങ്കിൽ തകർന്ന് തരിപ്പണമായി. അവിടുന്ന് എം.പിമാർ ഇങ്ങോട്ട് ചാടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം NDA സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർ കുറേ കൂടെ ബലവത്തായി. അവർക്ക് ഈ പറയുന്നത് പോലെ ഭീഷണികളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഈ നിയമം കർശനമായിട്ട് നടപ്പാക്കാൻ അവർ ശ്രമിക്കും. എന്ത് എതിർപ്പ് കേരളത്തിലും വരും. അല്ല, കേരളത്തിലാണ് അതിന്റെ ഏറ്റവും വലിയ അലയൊലി ഉണ്ടാകാൻ പോകുന്നത്. ഇവിടെ ഇപ്പോൾ സുവിശേഷം പറഞ്ഞ് ഈ എന്താ പറയുക, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ കാണുന്ന പല വീഡിയോസും ഈ ഹിന്ദു ദേവതകളെ, ഹിന്ദു ദേവന്മാരെ അങ്ങേറ്റം മ്ലേച്ഛമായ രീതിയിൽ ആക്ഷേപിക്കുന്ന പാസ്റ്റർമാർ. ഞാൻ പറയുന്നത് ഇതൊന്നും ഈ മുഖ്യധാരയിലുള്ള ക്രിസ്ത്യൻ സഭകളോ ഇസ്ലാമിക സംഘടനകളോ പുരോഹിതന്മാരോ ഒന്നുമല്ല ചെയ്യുന്നത്. ഇത് ഇങ്ങനത്തെ കുറച്ച് ഫ്രിഞ്ച് എലമെൻറ്റ്സ് ഉണ്ട്. പക്ഷേ ഇവരാരും അവരെ നിയന്ത്രിക്കുന്നില്ല എന്നൊരു കാര്യമുണ്ട്. ഇവർക്ക് വേണമെങ്കിൽ അവരെ നിയന്ത്രിക്കാം, പക്ഷെ ഇവരാരും അത് നിയന്ത്രിക്കുന്നില്ല. ഇവരങ്ങ് അഴിഞ്ഞാടുകയാണ്. ഈ ഇങ്ങനത്തെ പാസ്റ്റർമാർ, ഇങ്ങനത്തെ ഈ മതപ്രഭാഷകന്മാർ, ഈ ചില ഈ ലൊട്ടിലൊടുക്ക് ചില സംഘടനകളുണ്ട്, ഇസ്ലാമിക സംഘടനകൾ. ഇതൊക്കെ ഈ ഗൾഫിൽ നിന്നും മറ്റുമൊക്കെ ചെറിയ ഫണ്ട് വാങ്ങിക്കൊണ്ട് പ്രവർത്തിക്കുന്ന സംഘടനകളാണ്. അപ്പോൾ അവന്മാർക്ക് ഈ പറഞ്ഞതുപോലെ ഇവിടെ മതപരിവർത്തനം നടത്തി അവരെ കൂട്ടത്തിൽ ആളെ കൂട്ടി അത് കാണിച്ചു വേണം കൂടുതൽ പണം വരുത്താൻ. ഇനി അതൊന്നും നടക്കില്ല, അതൊന്നും എളുപ്പമല്ല. ഇനി അങ്ങനെ തലയെണ്ണം കാണിച്ച് വിദേശത്തുനിന്ന് ഫണ്ട് വരുത്തുന്ന പഴയ പരിപാടി ഇനി നടക്കില്ല. അതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ പ്രത്യേകത. ചിക്കൻ ബിരിയാണി കഴിക്കണമെങ്കിൽ പണിയെടുത്ത് നീ ചിക്കനോ മട്ടനോ പിന്നെ പാമ്പിനെയോ വഴുതാരെയോ എന്ത് വേണോ തിന്നോ, പക്ഷെ പണിയെടുത്ത് അധ്വാനിച്ച് ജീവിക്കണം. അല്ലാതെ മതം വിറ്റ് ജീവിക്കരുത്. അല്ലാതെ ഈ പറഞ്ഞതുപോലെ പാരിസ്ഥിതിക വിഷയങ്ങൾ, സാംസ്കാരിക ഇതൊന്നും, ഇതൊക്കെ കച്ചവടം ചെയ്ത് ജീവിക്കുന്ന കുറേ ആൾക്കാർക്ക് വായ്റ്റത്തടിച്ചു. അത് നരേന്ദ്രമോദി സർക്കാർ കൃത്യമായി അവരുടെ വായ്റ്റത്തടിച്ചിരിക്കുകയാണ്. അതിലൊരു സംശയവുമില്ല. അപ്പോൾ ഈ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഇനി ഏടാകൂടങ്ങൾ ഉണ്ടാക്കിയാൽ ഉള്ളേ കടന്ന് 1 വർഷം മുതൽ 5 വർഷം വരെ എണ്ണാം, കമ്പി എണ്ണാം. അതിനുള്ള ഇട വരുത്താതെ മാന്യമായിട്ട് പ്രവർത്തിച്ചാൽ എല്ലാവർക്കും നല്ലത്. അതുകൊണ്ട് നമ്മുടെ രാജ്യത്തിനും ഗുണമേ ഉള്ളൂ. അതിനെ മറ്റേതെങ്കിലും തരത്തിൽ ദുർവ്യാഖ്യാനം ചെയ്ത് സർക്കാരിനെതിരെ എന്തെങ്കിലും പുതിയ പരിപാടികളുമായിട്ട് ഇറങ്ങാനാണ് തീരുമാനമെങ്കിൽ അതൊരു 10 വട്ടം ആലോചിക്കണമെന്ന് മാത്രമേ അവരോട് പറയാനുള്ളൂ. ഇത് കാര്യങ്ങൾ വളരെ ക്ലിയറാണ്, വളരെ വ്യക്തമാണ്. പ്രത്യേകിച്ചും ബംഗാൾ തെരഞ്ഞെടുപ്പ് കൂടെ കഴിഞ്ഞതോടുകൂടി BJPയുടെ ശക്തി വർദ്ധിച്ചിരിക്കുകയാണ്. ഒരു തരത്തിലും സർക്കാരിനെ വെല്ലുവിളിക്കാൻ ആർക്കും കഴിയില്ല. ഇപ്പോൾ FCRAയുടെ പേരിൽ രാഹുൽ ഗാന്ധിയൊക്കെ കിടന്ന് വലിയ ബഹളം ഉണ്ടാക്കുന്നുണ്ട്. നമുക്കറിയാം ഇവിടെ കേരളത്തിലെ MP മാർക്കാണ്, ഇടത് വലത് MP മാർക്ക് മുഴുവനും
സാക്ഷാൽ പിണറായി വിജയനൊക്കെ ഇതിനകത്ത് എന്ത് കാര്യമെന്നാണ് അതുടനെ അറിയാമല്ലോ. ആ അതെ അതെ, എന്താണ് ഈ FCRAയിൽ പിണറായിക്ക് ഇത്ര താല്പര്യം എന്നുള്ളത്, കർത്തയ്ക്ക് എന്താ കാര്യമെന്നും മകൾ വീണയ്ക്ക് എന്താണ് വിഷയമെന്നും റോളെന്നും ഒക്കെ ഉടനെ അറിയാം. അതോടനെ അറിയാം. അപ്പോൾ ഇവരൊക്കെ എന്തോ വലിയ ഇവിടുത്തെ മതസ്വാതന്ത്ര്യം ഹനിച്ചു, മതസ്വാതന്ത്ര്യത്തിന് പൂട്ടിട്ടു എന്നൊക്കെയാണ് പറയുന്നത്. ഇവിടെ ആരാണ് മതസ്വാതന്ത്ര്യത്തിൽ തൊട്ടത്? ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനുമുള്ള ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യത്തിൽ കേന്ദ്ര സർക്കാർ ഒരു കൈകടത്തലും നടത്തിയിട്ടില്ല. ആകെ ചെയ്തിരിക്കുന്നത് വിദേശ പണം വരുത്തി, വിദേശ പണം കൊണ്ട് ഇവിടെ മതപരിവർത്തനം നടത്തുക, മതസംഘർഷങ്ങൾ ഉണ്ടാക്കുക, അത്തരം കാര്യങ്ങൾക്ക് കൂച്ചുവിലങ്ങിട്ടു എന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും വേണ്ടത് തന്നെയാണ്. നമുക്ക് FCRAയുടെ കൂടുതൽ വിഷയങ്ങൾ ചർച്ചയ്ക്ക് വരും. ഇനിയും വരാൻ പുതിയ ഇത് സംബന്ധിച്ച് പാർലമെന്റിൽ ഭേദഗതി വേറെ വരുന്നു. അത് സംബന്ധിച്ച് കൂടുതൽ ചർച്ച ഇനിയും നമുക്ക് നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ ലഭ്യമായ വിവരങ്ങളനുസരിച്ച് 2011 നിയമങ്ങളിൽ വരുത്തിയിരിക്കുന്ന ഈ ഭേദഗതി തീർച്ചയായിട്ടും രാജ്യ പുരോഗതിക്ക് ഉതകുന്നതാണ്. നമുക്ക് അതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും. ഞങ്ങൾക്ക് ആർക്കും അധ്വാനിക്കാതെ കിട്ടുന്ന വിദേശ പണം വേണ്ട. ഇവിടെ അധ്വാനിച്ച് ഇവിടെ ഇത്തിരി രൂപ കുറഞ്ഞാലും കുഴപ്പമില്ല. ആ വിയർത്തുണ്ടാക്കുന്ന പണത്തിനാണ് ആ പണം ഉപയോഗിച്ച് വാങ്ങി കഴിക്കുന്ന അന്നത്തിനെ സ്വാദുണ്ടാവുള്ളൂ. ആ സൗകര്യങ്ങളെ നിലനിൽക്കുകയുള്ളൂ. അല്ലാത്ത പണം കൊണ്ട് നമ്മൾ എന്ത് നേടിയാലും അത് ഈ നാട്ടിൽ നിലനിൽക്കില്ല. അത് ഈ മണ്ണിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് ഈ വിദേശ പണം വാങ്ങി ഇത്ര നാളും പുട്ടടിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക, നിങ്ങളുടെ പിത്തലാട്ടം ഇനി നടക്കില്ല. നന്ദി, നമസ്കാരം.